ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ജനവിധിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ പരിശോധിച്ചിട്ട് മാത്രമേ വിശദമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ കഴിയുള്ളൂ. പക്ഷേ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു ജനവിധി ഉണ്ടായതിനെക്കുറിച്ച് CPIM-ഉം LDF-ഉം വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തും. സംഘടനാപരമായ ഒപ്പം തിരുത്തേണ്ടതായ വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജനഹിതം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയിൽ LDF-ൻ്റെയും CPIM-ൻ്റെയും പ്രവർത്തനങ്ങളിൽ അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് രൂപം കൊടുക്കുക. BJP-യും SDPI-യും പോലെയുള്ള മതരാഷ്ട്രവാദികൾ വിജയിക്കുന്നത് മതനിരപേക്ഷ സമൂഹത്തിന് ആപത്താണ്. അത് ജനങ്ങളിൽ വേണ്ടത്ര എത്തിക്കാൻ കഴിയാത്ത വല്ല കാര്യങ്ങളും ഉണ്ടോ എന്നത് പ്രത്യേകമായി പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇതുകൊണ്ട് മതരാഷ്ട്രവാദികൾ ആകെ ലോകം കെട്ടിപ്പിടിച്ചു എന്ന മട്ടിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെയൊരു നിലയിലേക്ക് അവരെത്തിയാൽ അതിനെതിരെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന എല്ലാവരും, മതവിശ്വാസികൾ അടക്കമുള്ളവർ രംഗത്തിറങ്ങുക തന്നെ ചെയ്യും. ഈ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന C. വൈശാഖ് അവിടെ ജയിച്ചു. അവിടെ LDF-ന്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്കാണ് പോയിരിക്കുന്നത്. നേരാട്ടൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് വിവിധങ്ങളായ പൊതുയോഗങ്ങൾ ഉൾപ്പെടെ അവിടെ സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ അവിടെയുള്ള പാർട്ടി അനുഭാവികളായ ആൾക്കാരെ കൺവിൻസ് ചെയ്യുന്നതിനകത്ത് ഒരു വീഴ്ച സംഭവിച്ചു എന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. സംഘടനാപരമായി ഏതെങ്കിലും ഒരു പ്രദേശത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നത് പാർട്ടി വിശദമായി പരിശോധിക്കും. അവിടെ റബലായി CPM-ൻ്റെ ഒരാൾ മത്സരിക്കാൻ ഇടയായത് തികച്ചും ദൗർഭാഗ്യകരമായ കാര്യമാണ്. മാത്രമല്ല, പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടി സഖാക്കൾ ആരെങ്കിലും രംഗത്തിറങ്ങുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെയേറെ ജനങ്ങൾ അംഗീകരിക്കാത്തൊരു കാര്യമാണ്. അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ വോട്ട് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം CPIM-ൻ്റെ വോട്ട് കിട്ടിയോ എന്നത് പരിശോധിക്കുകയും വേണം. അപ്പോൾ ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. പാർട്ടിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് കമ്മ്യൂണിസ്റ്റുകാരായ എല്ലാവരും. പ്രാദേശികമായ ചില പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പാർട്ടിയെ തകർക്കുന്ന നിലപാട് ആരും സ്വീകരിക്കാൻ പാടില്ല. പാർട്ടിക്കൊരു വെല്ലുവിളി ഉയർത്തുന്ന വിധത്തിൽ പ്രവർത്തിച്ചാൽ അച്ചടക്കമുള്ളൊരു പാർട്ടി എന്ന നിലയിൽ സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും അത് വീടിന് നേരെ ചാഞ്ഞാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. അതുകൊണ്ട് അവിടെ ഉണ്ടായത് ഒരു പ്രാദേശികമായ പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയാണ്, ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല. വികസന കാര്യങ്ങളിലോ ക്ഷേമകാര്യങ്ങളിലോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ടല്ല. അപ്പോൾ അത് പ്രാദേശികമായിട്ട് തന്നെ പരിശോധിക്കും. അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷ കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ CPIM-ഉം ഇടതുപക്ഷവും ജയിക്കാൻ പാടില്ല. ഇപ്പം ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നവർ CPM-നെതിരായി ഇടതുപക്ഷത്തിനെതിരായി തിരിഞ്ഞുവെന്ന് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിശകലനം ചെയ്ത് പറയാൻ കഴിയില്ല. തീരദേശത്ത് ധാരാളം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന, പ്രത്യേകിച്ച് തലശ്ശേരിയിൽ നിന്ന് കൂടുതൽ പേർ സെറ്റിൽ ചെയ്തവർ താമസിക്കുന്ന ഒരു പഞ്ചായത്താണ് മുഴപ്പിലങ്ങാട്. കഴിഞ്ഞ തവണ മുഴപ്പിലങ്ങാട് തനിച്ച് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. തനിച്ച് ഭൂരിപക്ഷമുള്ള ഒരു മുന്നണിയായി മാത്രമാണ് മുഴപ്പിലങ്ങാട് അന്നുണ്ടായിരുന്നത്. ഇപ്പോൾ 17-ൽ 11 സീറ്റ് നേടി തനിച്ച് ഇടതുപക്ഷത്തിന് കേവല ഭൂരിപക്ഷം കിട്ടിയ പഞ്ചായത്തായി
നിലവിലുണ്ടായിരുന്ന സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റും വോട്ടും നേടി അവിടെ വിജയിച്ചിട്ടുണ്ട്. അതൊരു ന്യൂനപക്ഷ മേഖല ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ ന്യൂനപക്ഷ മേഖലയുള്ള ചില പ്രദേശങ്ങളിൽ ഇടതുപക്ഷം തോറ്റിട്ടുമുണ്ട്. അതുകൊണ്ട് ന്യൂനപക്ഷ മേഖല ആകെ ഇടതുപക്ഷത്തിനെതിരായി തിരിഞ്ഞു എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പ്രാഥമികമായി പരിശോധിച്ചാൽ കാണാൻ കഴിയും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഫലം LDFന് ഒരു ആഘാതമായി മാറാൻ സാധ്യതയുണ്ടോ? ജനങ്ങളിങ്ങനെ പ്രാദേശിക തലത്തിലൊക്കെ ഇങ്ങനെ പാർട്ടിക്കെതിരായ വോട്ടുകൾ വീഴുമ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാൻ സാധ്യതയില്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ആവർത്തിക്കുമെന്നല്ല ഞങ്ങൾ കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി കുറ്റമറ്റ രീതിയിൽ പാർട്ടിയും അതുപോലെ തന്നെ LDFും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതിനെ മറികടക്കാൻ കഴിയും. ഇതിനു മുമ്പും ചില തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, ഇടതുപക്ഷത്തിന് വൻ മുന്നേറ്റവും ഉണ്ടായിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അതേ രീതിയിലല്ല ജനവിധി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇടതുപക്ഷം തീർച്ചയായും ഈ ജനവിധിയിൽ നിന്ന് പാഠം പിടിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള സംഘടനാ പ്രവർത്തനങ്ങളെ കുറെ കൂടി കാര്യക്ഷമമാക്കുകയാണ് ചെയ്യുക. സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാണെന്ന് നാം വിലയിരുത്തിയാൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കേണ്ട എന്ന നിലപാട് സ്വീകരിക്കേണ്ടി വരും. 35-നും 60-നും മധ്യ പ്രായമുള്ള മഞ്ഞ കാർഡും പിങ്ക് കാർഡുമുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി 1000 രൂപ കൊടുക്കണ്ട എന്ന നിഗമനത്തിൽ എത്തേണ്ടി വരും. അതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരായി വിലയിരുത്തലാണെങ്കിൽ ക്ഷേമ പെൻഷൻ 2000 രൂപ വർദ്ധിപ്പിച്ചത് തെറ്റാണെന്ന് വിലയിരുത്തേണ്ടി വരും. അത് തെറ്റാണെന്ന് ജനങ്ങളാരും പറയുന്നില്ല, ഞങ്ങളും കാണുന്നില്ല. അല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. ആനുകൂല്യങ്ങൾ നൽകുന്നതും ജനങ്ങൾ വോട്ട് ചെയ്യുന്നതും തമ്മിലുള്ള പൊരുത്തമുണ്ടാകണമെങ്കിൽ ആനുകൂല്യങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങൾ നൽകുന്ന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. നാട്ടിലാകെ റോഡും സ്കൂളും ആശുപത്രിയും ഒക്കെ ഉണ്ടാക്കിയതിൻ്റെ ഫലമായിട്ടാണ്, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കാണുന്ന മാറ്റങ്ങളെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. അല്ലല്ല, അതിൽ നമ്മൾ കാണേണ്ട പ്രശ്നം ഇതെല്ലാം ചെയ്തല്ലോ. 10,000 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ ഒക്ടോബർ 29 മന്ത്രിസഭാ യോഗം കേരളത്തിൽ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചതാണ്. അത് പലതും കൊടുത്തു വരികയാണ്. അപ്പോൾ എന്നിട്ടും ഇടതുപക്ഷം എന്തുകൊണ്ട് തോറ്റു? ഇതാണ് സൂക്ഷ്മമായി പരിശോധിക്കേണ്ട കാര്യം. അല്ല, അങ്ങനെയൊക്കെ പരാമർശം നടത്തുന്നത് തോൽവിയുടെ ഭാഗമായി ഉണ്ടാകുന്ന പരാമർശമായിട്ട് കാണുക. അല്ലാതെ അത് അങ്ങനെ ആവണമെന്ന് ആരും ആഗ്രഹിക്കില്ലല്ലോ. പെൻഷൻ കൊടുക്കേണ്ടതെന്ന് ആരും ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ 62 ലക്ഷം പേർക്ക് കൊടുക്കുമ്പോൾ കേരളത്തിൽ ആകെയുള്ള കുടുംബങ്ങൾ എന്ന് പറയുന്നത് 85 ലക്ഷത്തിനും 90 ലക്ഷത്തിനും മധ്യയാണ്. അതിൽ മഹാഭൂരിപക്ഷം കുടുംബങ്ങളിൽപ്പെട്ടവർക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ സ്വാഭാവികമായും അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി അവർ മാറണമെന്നാണ് ഞങ്ങളെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത്. അത് മാറാതിരിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തെന്ന് കണ്ടെത്തണം. ചിലപ്പോൾ ഈ കാര്യങ്ങൾ അവരെ എല്ലാവരെയും മനസ്സിലാക്കി കൊടുക്കുന്നതിൽ നമുക്കൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടാവാം. അതാണോ നോക്കണം. ഓരോ ആളെയും കണ്ടു പറയേണ്ടതല്ലേ അത് പരിശോധിക്കേണ്ട ഒരു കാര്യം.